താസ കളക്ഷന്റെ പുതിയ കളക്ഷനുകൾ കാണാനാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ചൈനീസ് ടോപ്പ് ഇതിന് വെറും 299 ആണ് റേറ്റ് വരുന്നത്. ഗേൾസ് പാൻസ് 199 ഓൺലി. 299 രൂപയ്ക്ക് മെറ്റേണിറ്റി വെയർ, വെറും 150 രൂപയ്ക്ക് ലേഡി ഷോർട്സ്. സൂപ്പർ ഡേ ടീഷർട്ട് 400 രൂപ മാത്രം. ജീൻസിനൊപ്പം വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ടീഷർട്ടുകൾ വെറും 250 രൂപയ്ക്ക്. ലേഡീസ് 3/4 199 ഓൺലി. ഹാഫ് സ്ലീവ് ലേഡി ടീഷർട്ട് വെറും 199 രൂപയ്ക്ക്. മെൻസ് ഹൈ ലക്ഷറി ഫുൾ സ്ലീവ് കളക്ഷൻ വെറും 250 രൂപയ്ക്ക്. താസ ഫാഷൻ മൾട്ടി ബ്രാൻഡഡ് സർപ്ലസ് സ്റ്റോർ, പാലസ് റോഡ്, ചേലക്കര. തകജം 2026 ചേലക്കര GLP സ്കൂൾ വാർഷികാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. CCTV പബ്ലിഷിംഗ് ഹെഡ് വിബിക്സ് ചേലക്കരയെ ചടങ്ങിൽ ആദരിച്ചു. MLA UR പ്രദീപ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അറിവിന്റെ വെളിച്ചം നുകരുന്ന ചേലക്കര GLP സ്കൂളിൽ കലയും സാഹിത്യവും ഒത്തുചേർന്ന തകജം 2026 വാർഷികാഘോഷം വിദ്യാലയ അങ്കണത്തിൽ വർണ്ണാഭമായി അരങ്ങേറി. അക്ഷരമുറ്റത്തെ ഈ ആഘോഷരാവിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഈ വിദ്യാലയത്തിൽ നടന്നു വന്ന കഴിഞ്ഞ വർഷത്തെ മുഴുവൻ പരിപാടികളെ കുറിച്ചും റിപ്പോർട്ടിൽ അവതരിപ്പിക്കും. എപ്പോഴും റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോഴാണ് ഏകദേശം ഏത് വിദ്യാലയമായാലും അരമണിക്കൂറോളം റിപ്പോർട്ട് തന്നെ ഉണ്ടാവും. കാരണം അത്രയേറെ ശ്രദ്ധ നമ്മുടെ പ്രാദേശിക തലത്തിൽ നമ്മുടെ വിദ്യാലയങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. പ്രത്യേകിച്ച് ഈ വിദ്യാലയത്തിൽ എല്ലാ പരിപാടികളും പങ്കെടുക്കുമ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ ചേലക്കരയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയം മറ്റുള്ള വിദ്യാലയങ്ങൾക്ക് മാതൃകയാവുന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതിന് അനുസൃതമായ സ്നേഹസമ്പന്നരായിട്ടുള്ള ഒരു കൂട്ടം, ആത്മാർത്ഥതയുടെ പര്യായമായ ഒരു കൂട്ടം അധ്യാപകരും അതിനോട് ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു PTA കമ്മിറ്റിയും ഉൾപ്പെടെ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം നല്ല രീതിയിൽ ഈ പരിപാടികളെല്ലാം നടന്നു പോകുന്നത്. അപ്പോൾ ഈ അടുത്ത് തന്നെ ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ 2026-27 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചപ്പോൾ ഇവിടെ നിന്നും മഞ്ജു ടീച്ചർ വന്നു. മഞ്ജു ടീച്ചർ ഈ വിദ്യാലയത്തിൽ ഇത്രയധികം സൗകര്യങ്ങളുണ്ട്, വീണ്ടും എഴുതി തയ്യാറാക്കി തൻ്റെ കുട്ടികൾക്ക്, തൻ്റെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ഇനിയും ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവിടെ സംസാരിച്ചപ്പോൾ മറ്റു വിദ്യാലയങ്ങളെ അധ്യാപകർ ഇതെന്താണ്, അവർക്കൊന്നും ഇങ്ങനെയുള്ളൊരു സ്ഥിതിയൊന്നുമില്ല. മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യങ്ങളിൽ വന്ന വിപ്ലവാത്മകമായ മാറ്റങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ചേലക്കര MLA UR പ്രദീപ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഒരു ഡിമാൻഡ് വെക്കാം, നിങ്ങൾ അടുത്ത കൊല്ലം അഡ്മിഷൻ 150 ആക്കണമെന്ന് പറഞ്ഞൊരു നിർദ്ദേശം വെച്ചു. ആ വെല്ലുവിളി അവരെ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കട്ടെ. ശരി, ഗവൺമെൻറ്റിനെ കൊടുത്ത് ഞാനൊരു കെട്ടിടം ഇവിടെ എത്തിച്ച് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കൊണ്ടതുപോലെ ഒരു കെട്ടിടം നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അത് ഞാൻ പറഞ്ഞത് അതിൻ്റെ താല്പര്യം കാണുമ്പോഴാണ് നമുക്ക് ഉള്ളത്. നല്ലപോലെ സ്കൂളുകൾ ഇതുപോലെ വ്യത്യസ്തമായ പരിപാടികൾ ഒരുക്കി കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി വീട് വിടാതെ അന്നത്തെ ടീച്ചേഴ്സ് ക്യാൻവാസ് ചെയ്തു. അങ്ങനെ നല്ല പോലെ നമ്മുടെ സ്കൂളിലെ മികച്ച രീതിയിൽ ആൾക്കാരുടെ തുടക്കം കുറിച്ചപ്പോൾ പിന്നെ ഗ്രാമപഞ്ചായത്തും MP ഫണ്ടും ഇങ്ങനെ ഒഴുകി വരികയാണ്. അത് ഒരു മാറ്റം തന്നെയാണ്. അത് നമുക്ക് താല്പര്യം തോന്നുന്നത് ആ സ്കൂളിലെ താല്പര്യം കാണുമ്പോഴാണ് നമുക്ക് ഇനിയും താല്പര്യം തോന്നുന്നത്. ഞാൻ ചില വേദികളത് പറഞ്ഞു. ഞാൻ പല വേദികളും പറഞ്ഞത് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ സ്കൂളുകളിലെ വിവിധ രീതിയിലുള്ള ഒരു മത്സരം നടത്തുമ്പോൾ ഞാൻ കഴിഞ്ഞ വട്ടം MLA ഉള്ളപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്.
ഈ ആലപ്പുഴ ജില്ലയിലേക്ക് പോകുമ്പോൾ ഞാനൊരു ദിവസം ഇതിൻ്റെ യാത്രയിൽ പോകുമ്പോൾ അന്നത്തെ ധനമന്ത്രി പറഞ്ഞൊരു വാക്കാണ്, എൻ്റെ മണ്ഡലത്തിലെ ഒരു സ്കൂള് ഒന്ന് മികച്ച രീതിയിൽ ഞങ്ങൾ ആക്കിയിട്ടുണ്ട്, ഒന്ന് നോക്കി നോക്കണം, പ്രതിയും പോകുമ്പോൾ ഒന്ന് നോക്കി നോക്കണം. അങ്ങനെ ഞങ്ങൾ ആ സ്കൂളെ സന്ദർശിക്കാൻ പോകുമ്പോൾ പഴയ അതിന് സാധിക്കില്ല എന്ന് ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് ഇത്രയും സാധിക്കുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. മുൻകൈ എടുത്താൽ എല്ലാ സ്കൂളും മികച്ച സ്കൂളായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാർ സ്കൂളുകൾ തമ്മിലുള്ള ആരോഗ്യകരമായ മത്സരങ്ങൾ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുമെന്നും കുട്ടികളുടെ സമഗ്ര വികാസത്തിന് ഇത്തരം വേദികൾ അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക ലൈല UK സ്വാഗതമരുളിയ ചടങ്ങിൽ വിദ്യാലയത്തിന്റെ ജൈത്രയാത്ര വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പ്രവീണ M അവതരിപ്പിച്ചു. കെട്ടുറപ്പുള്ള ഒരു സമൂഹ നിർമ്മിതിയുടെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ് വിദ്യാഭ്യാസം. അതിന്റെ പടിവാതിലാകുന്ന ഈ വിദ്യാലയം 6 പതിറ്റാണ്ടിലേറെ ചേലക്കരയുടെ വിദ്യാഭ്യാസ മേഖലയിൽ വെളിച്ചം വീശി അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ വിദ്യാലയം 1891 സ്ഥാപിതമായെങ്കിലും 1961 സ്വതന്ത്ര LP വിദ്യാലയമായി അംഗീകാരം ലഭിച്ചത്. അങ്ങനെ നമ്മുടെ വിദ്യാലയം ഇപ്പോൾ 65ന്റെ നിലവിൽ നൽകുകയാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാലയത്തിൽ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരുന്നു. മുഖ്യാതിഥിയായി കിഷോർ ചേലക്കരയും വിശിഷ്ടാതിഥികളായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി, വിവിധ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരും സംബന്ധിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെ ആദരിച്ച ചടങ്ങിൽ CCV ന്യൂസ് പബ്ലിഷിംഗ് ടീം ഹെഡും ചാലക്കുടി പ്രസ് ക്ലബ് അവാർഡ് ജേതാവുമായ വിബിക്സ് ചേലക്കരയെ വിശിഷ്ടാതിഥികൾ ആദരിച്ചു. ഇത്തവണത്തെ ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ ദൃശ്യമാധ്യമ രംഗത്തെ മികച്ച ക്യാമറമാൻ, മികച്ച വിഷ്വൽ എഡിറ്റർ എന്നീ മാധ്യമരംഗത്തെ സത്യസന്ധവും നിരന്തരവുമായ ഇടപെടലുകൾക്കുള്ള അംഗീകാരമായാണ് വിദ്യാലയ കുടുംബം അദ്ദേഹത്തെ മൊമന്റോ നൽകി അനുമോദിച്ചത്. ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം അങ്കണത്തിൽ കുരുന്നുകളുടെ സർഗവിസ്മയം വിരിഞ്ഞു. പൈതൃക കലാരൂപങ്ങളും നൃത്തനൃത്യങ്ങളും കോർത്തിണക്കിയ കലാവിരുന്ന് രക്ഷിതാക്കളും നാട്ടുകാരും ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങി. ന്യൂസ് ഡെസ്ക് CCV.